KSRTCയുടെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്കെതിരെ സ്വകാര്യ ബസ് ഉടമകൾ ഉയർത്തിയ പരാതികൾ പരിശോധിക്കാൻ സർക്കാർ പ്രത്യേക സമിതിയെ നിയോഗിക്കുന്നു. പദ്ധതിയുടെ പേരിൽ സ്വകാര്യ ബസ് മേഖലയ്ക്ക് വലിയ സാമ്പത്തിക തിരിച്ചടിയുണ്ടായെന്നാണ് ബസ് ഉടമകളുടെ ആരോപണം. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കായി നടപ്പാക്കിയ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്കെതിരെ സ്വകാര്യ ബസ് ഉടമകൾ രംഗത്ത്. പദ്ധതി ആരംഭിച്ചതോടെ യാത്രക്കാരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞതായും ഇതോടെ സ്വകാര്യ ബസ്സുകളുടെ വരുമാനത്തിൽ വലിയ ഇടിവ് സംഭവിച്ചതായുമാണ് ബസ് ഉടമകളുടെ പരാതി. ഇതേ തുടർന്ന് പരാതികൾ വിശദമായി പഠിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. ഗതാഗത മന്ത്രി CP ജോണും മുഖ്യമന്ത്രിയും തമ്മിൽ നടന്ന നിർണായക കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സമിതി രൂപീകരിക്കുന്നതിൽ ധാരണയായത്. സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന ആയിരക്കണക്കിന് സ്വകാര്യ ബസ്സുകളെയും ഈ മേഖലയെ ആശ്രയിച്ചു കഴിയുന്ന 10,000-കണക്കിന് ജീവനക്കാരെയും പദ്ധതി പ്രതികൂലമായി ബാധിച്ചെന്നാണ് ബസ് ഉടമകളുടെ വാദം. നേരത്തെ പ്രതിദിനം 6,000 മുതൽ 7,000 രൂപ വരെ ലഭിച്ചിരുന്ന കളക്ഷൻ ഇപ്പോൾ പകുതിയോളമായി കുറഞ്ഞതായും അവർ ചൂണ്ടിക്കാട്ടുന്നു. സ്വകാര്യ ബസ് മേഖല കടുത്ത പ്രതിസന്ധിയിലാണെന്നും പ്രശ്നത്തിന് പ്രായോഗിക പരിഹാരം കണ്ടെത്താൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ബസ് ഉടമകൾ ആവശ്യപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് വിഷയം സമഗ്രമായി പരിശോധിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത്. മീഡിയ ടൈം, കൊച്ചി.